കുട്ടികളെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. നിങ്ങളെ ഞാൻ ഒന്ന് രണ്ട് കാഴ്ചകളൊന്ന് കാണിക്കുകയാണ്, നിങ്ങളൊന്ന് കാണുക. ഇത് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡാണ്. ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് കോട്ടയം ജില്ലയിലെ. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിൽ ബസ് സ്റ്റാൻഡിന് അകത്തെ ഒരു പൊതു ശൗചാലയത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇത് മുഴുവൻ റീത്ത് വച്ചിരിക്കുകയാണ്. നഗരസഭയുടെ പൊതു ശൗചാലയമാണിത്. ശുചിത്വ മിഷന്റെ കീഴിലുള്ള ശൗചാലയം. ഇതിൻ്റെ പരിസരത്താണ് ഇപ്പം ആൾക്കാർ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം ഇത് പൂട്ടിയിട്ട് ഒരു വർഷത്തോളമായി. ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇതുവരെ ഒരു അധികാരികൾ പോലും തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരയാത്ര സർവീസുകളെല്ലാം ഈ ബസ് സ്റ്റാൻഡിലുണ്ട്. അവരൊക്കെ ബസ് ഇറങ്ങിയിട്ട് ഒന്ന് ഓടുന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേന് അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഈ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ 10,000-ഓളം ജീവനക്കാരുണ്ട്. ബസ് ഡ്രൈവർമാരും കടയിലെ ജീവനക്കാരും സ്ത്രീകളും എല്ലാവരും ഉള്ളിടത്ത് അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ ആകപ്പാടെയുള്ള ഒരു ആശ്രയ കേന്ദ്രമാണിത്. ഇതാണ് ഒരു വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്നത്. ഇതിനു മുമ്പും ഈ ബസ് സ്റ്റാൻഡിലെ ജീവനക്കാർ വിളിച്ചിട്ട് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെല്ലാം കണ്ടു കാണും. എന്നിട്ടും ഏറെക്കുറെ 6 മാസമായിട്ടും യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കോട്ടയം കലക്ടർ വരെ ഒന്ന് അറിയേണ്ട കാര്യമാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് പ്രാഥമിക സൗകര്യം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത്. ഒരു ദിവസം നഗരസഭയിൽ കയറി വന്ന് നഗരസഭയിലെ മുഴുവൻ ശുചിമുറികളും പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഈ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടറിയാവുന്ന ഒരാളെങ്കിലും അവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇത് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തെ ഒരു കെട്ടിടമാണ്. നിങ്ങൾ ഇതും കൂടെ ഒന്ന് കാണുക. ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിലെ കെട്ടിടമാണ്. ഇനി ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്, അതും കൂടെ കാണണം. ഇത് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വരുന്ന വനിതകൾക്കായിട്ട് ഒരു വിശ്രമ കേന്ദ്രം നഗരസഭ ഒരുക്കിയതാണ്. ഏറെക്കുറെ 10-70 ലക്ഷം രൂപയോളം മുടക്കി പണിതിട്ടതാണ്. 2 വർഷമായി ഇത് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഒരു വനിതാ ശുചിമുറി സമുച്ചയമാണ്. ബസ് സ്റ്റാൻഡിൽ വരുന്ന ജീവനക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കടക്കം അവർക്കൊന്ന് വിശ്രമിക്കാനും കുട്ടികളുമായിട്ട് വരുന്നവർക്ക് മുലയൂട്ടാനും ഒക്കെ ആയിട്ട് നഗരസഭയുടെ കീഴിലുള്ള വനിതാ വിശ്രമ കേന്ദ്രമാണ്. ഈ 2 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറക്കുന്നതിനെ പറ്റി ഒരു ചിന്ത പോലും ആരുടെ ഭാഗത്തു നിന്നും ഇപ്പം പറയല്ലേ, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല. എല്ലാവരും വീതം പറ്റുന്നതുകൊണ്ട് ആർക്കും മിണ്ടാട്ടമില്ല. പണ്ടൊക്കെ ശക്തമായ പ്രതിപക്ഷമുണ്ടായിരുന്നു. പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത് അവരും വീതം പറ്റുന്നതുകൊണ്ടാണ്. ഈ കെട്ടിടം അടച്ചു പൂട്ടിയിട്ട് 2 വർഷമായെന്ന് പറയുമ്പോഴത്തേന് ഈ ബസ് സ്റ്റാൻഡിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ശുചിമുറിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. അവിടുന്ന് ആൾക്കാർ കൂടുതൽ സ്ത്രീകൾ വരുന്നവർ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസ്ഥയാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഇതൊക്കെ പൊതുജനത്തിൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അവർക്ക് പൊതുജനത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഇലക്ഷനൊക്കെയാണ് വരുന്നത്. നിങ്ങളൊക്കെ ദയവ് ചെയ്ത് വീടിൻ്റെ വാതിൽക്ക് ഒരു ബക്കറ്റ് ചാണകവെള്ളം കരുതി വെക്കുക. ഇനി അടുത്ത കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് കോട്ടയത്തെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും നടത്തുന്ന നാഗമ്പടം മൈതാനമാണ്. ഈ മൈതാനത്തിൻ്റെ അകത്തും ഒരു ശുചിമുറി സമുച്ചയമുണ്ട്. ഇത് സ്വച്ഛ് സർവേഷൻ എന്ന പദ്ധതി പ്രകാരം പണിതിരിക്കുന്നതാണ്. വിനോദസഞ്ചാരികൾക്കും തിരക്കേറിയ പ്രദേശങ്ങൾക്കും പൊതു ഇടങ്ങളിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നഗരസഭയുടെ കീഴിൽ കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണ്. ഇതും പൂട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ പരിസരത്തോട്ട് പോലും വരാൻ പറ്റത്തില്ല. അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ വെള്ളം ഇല്ലെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൻ്റെ മുൻവശത്തിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക്. ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ പണിയേ ഉള്ളൂ, ഫണ്ട് ഉപയോഗിച്ച് പണിയുകയും ചെയ്യും, അതിൻ്റെ വീതം പറ്റുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്താൻ ആരെക്കൊണ്ടും തയ്യാറാകുന്ന കാര്യമല്ല. നല്ലൊരു ശുചിമുറി സമുച്ചയമാണ്.
ഇത് ഏറെക്കുറെ 50 ലക്ഷം രൂപ അടുത്തൊക്കെ ആയി വരുന്ന ഒരു സമുച്ചയം തന്നെയാണ്. അതും പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതെങ്കിലും തുറന്ന് വൃത്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പറ്റും. അതിനൊക്കെ അധികാരികൾക്ക് എവിടെ നേരം? അവർക്കെല്ലാം പോകുന്ന വഴിക്കും ഹോട്ടലുകളിലും എല്ലായിടത്തും ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രമാണ്. നാമ്പടം മൈതാനത്തിൻ്റെ പുറകുവശമാണ്. അധികമാരും കാണാൻ സാധ്യത കുറവാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റുകളൊക്കെ സംഭരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്തേക്ക് വേസ്റ്റും കൊണ്ട് വന്നിട്ട് തന്നെ വർഷങ്ങളായെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ കാട് വളർന്നു നിൽക്കുന്നത്. ഇതുമൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണിതാണ്. ഇവിടെ ഏതൊക്കെ ഇനം പാമ്പുകൾ ഉണ്ടെന്നതിനെപ്പറ്റി ഒരു ഗവേഷണം തന്നെ നടത്തേണ്ടതാണ്. അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനോട് ചേർന്നാണ് മുനിസിപ്പൽ പാർക്കുള്ളത്. അതേറെക്കുറെ ഈ അടുത്ത കാലത്ത് വൃത്തിയാക്കി അത് സൂക്ഷിക്കുന്നുണ്ട്. അതുമാത്രമാണ് നഗരസഭ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുന്നത്. ഈ പരിസരത്തോട്ട് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ മോശമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അക്ഷര നഗരി എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിൽ ഇതിനൊക്കെ നമ്മുടെയൊക്കെ കോട്ടയത്തിന് അക്ഷര നഗരി എന്ന് പേരിട്ടത് തന്നെ തെറ്റായിപ്പോകാൻ തോന്നുന്നു. അറിവും വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉള്ള കോട്ടയം ജില്ലക്കാരാണ്. ഞാനടക്കമുള്ളവരാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പരിസരങ്ങളൊക്കെ മാലിന്യ കൂമ്പാരമായിട്ട് തന്നെ കിടക്കുകയാണ്. ഇതുവരെ നഗരസഭയുടെ ഒരു അധികാരികൾ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ്. ഇവിടെയൊക്കെ ഓരോ പരിപാടിക്ക് കൊടുക്കും. നമ്മുടെ സർക്കസ് അടക്കം എല്ലാം നടത്തുന്നത് ഈ മൈതാനത്താണ്. അവരും ആ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അക്ഷരനഗരിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുപ്പള്ളി ടുഡേ ലൈവ്.